നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോൾ അവരെക്കുറിച്ച് ഒരു അഭിപ്രായം നമ്മുടെ ഉള്ളിൽ നമ്മളറിയാതെ രൂപപ്പെടും. ചിലപ്പോൾ നല്ല അഭിപ്രായമാകാം, ചിലപ്പോൾ മോശമാകാം. പിന്നീടുള്ള നമ്മുടെ ഇടപെടലുകളിൽ ഈ അഭിപ്രായത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്, നല്ലൊരു പങ്കുവയ്ക്കുന്നുണ്ട് അഭിപ്രായം. ഇതുപോലെ നമ്മളെക്കുറിച്ചും മറ്റുള്ളവരുടെ ഉള്ളിൽ നല്ലതോ മോശമോ ആയ അഭിപ്രായങ്ങൾ ഇങ്ങനെ രൂപപ്പെടുന്നുണ്ട്. അതനുസരിച്ചായിരിക്കും പിന്നീടുള്ള അവരുടെ ആ പെരുമാറ്റവുമില്ല. അപ്പം ഞാനിത് പറയാൻ കാരണം, എൻ്റെ അടുത്തൊരു സുഹൃത്ത്, അവർ ടൗണിൽ ഒരുപാട് കടകളുണ്ടെങ്കിലും തുണിയെടുക്കാൻ പോകുന്ന ഒരു പ്രത്യേക കടയിൽ നിന്നാണ്. അപ്പം ഞാൻ ഒരു ദിവസം ചോദിച്ചു, നീ ആ കടയിൽ നിന്ന് മാത്രം എന്താ തുണി എടുക്കുന്നത്? ഇഷ്ടംപോലെ കടകൾ, വലിയ വലിയ കടകൾ ടൗണിലുണ്ടല്ലോ, എന്താ അവിടെ വിലക്കുറവുണ്ടോ? അപ്പോൾ അവൾ പറഞ്ഞു, വിലക്കുറവൊന്നുമില്ല, ഇതൊരു ചെറിയ കടയാണ്, നല്ല തിക്കും തിരക്കുമാണ്. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ ആ മാനേജറുടെയും സ്റ്റാഫിൻ്റെയും ഒക്കെ പെരുമാറ്റം, അതുകൊണ്ടാണ് ഞാൻ അവിടെ പോകുന്നത്. എത്ര തിരക്കുണ്ടെങ്കിലും ഒന്ന് ചിരിക്കാനോ അല്ലെങ്കിൽ ഒരു കുശലാന്വേഷണം നടത്താനോ അവരെല്ലാം ശ്രമിക്കും. പിന്നെ ഒരു സാരിക്ക്, ഒരു ചെറിയ സാധനത്തിനാണ് നമ്മൾ പോകുന്നതെങ്കിൽ പോലും എല്ലാ സാധനവും നമ്മളെ എടുത്ത് കാണിക്കാനും അവർക്ക് ഒരു മടിയില്ല. അതുകൊണ്ടൊക്കെയാണ് ഞാൻ അവിടെ പോകുന്നത്. എൻ്റെ കൂട്ടുകാരും എൻ്റെ ഫാമിലിയിലെല്ലാവരും അവിടെ പോയി തന്നെയാണ് തുണിയെടുക്കാറുള്ളത്. അപ്പം സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്നവരുടെ മനസ്സ് ആ കടക്കാരൻ അറിഞ്ഞു. അതാണ് അയാളുടെ വിജയ രഹസ്യം എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ ആ സ്നേഹത്തോടെയുള്ള ആ ഒരു പുഞ്ചിരിയും ആ ഒരു പെരുമാറ്റവും ആ ഒരു കുശലാന്വേഷണവും ഒക്കെയാണ് അവിടേക്ക് ആളുകളെ കൂടുതലായിട്ട് എത്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ജീവിതത്തിൻ്റെ ഏത് തുറകളിലാണെങ്കിലും വിജയിക്കുന്ന ആൾക്കാരെ നമ്മൾ ശ്രദ്ധിച്ചാൽ അവരുടെ ആ പെരുമാറ്റമാണ് അവരെ ആളുകളിലേക്ക് അടുപ്പിക്കുന്നതും അവരുടെ വിജയത്തിന് കാരണമാകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. എനിക്ക് നേരിട്ടുണ്ടായ, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു പുതിയ ബേക്കറി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങളൊരു കേക്ക് വാങ്ങിക്കാനായിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ അവിടെ ചെന്നപ്പം സ്റ്റാഫെല്ലാം നല്ല തിരക്കിൽ, എന്തൊക്കെയോ അവരെടുത്ത് വെക്കുന്നു, അങ്ങനെയുള്ള തിരക്കിലിരിക്കുക. ആ മാനേജറായിരിക്കാം അവിടെ ആ മേശക്കരിയിലിരിക്കുന്ന ആ ആള് മൊബൈലിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നുമുണ്ട്. അപ്പോൾ എന്തോ തമാശകളൊക്കെ കാണുവാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്ന് അയാളുടെ അടുത്തേക്ക് നിന്നിട്ട് അയാൾ മൊബൈലിൽ നിന്ന് നിവർന്ന് നോക്കാൻ പോലും തയ്യാറല്ല. സ്റ്റാഫ് നല്ല തിരക്കിലും. കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകും. അന്ന് തീരുമാനിച്ചു, ഇനി മേലിൽ അവിടെ കയറിയില്ല. ഇനി ഇഷ്ടംപോലെ ബേക്കറികൾ ടൗണിലുണ്ട്, ഇനി ഇവിടെ എന്തായാലും കയറില്ല. എന്തായാലും ശരി, ഒരു 2 മാസത്തിനുള്ളിൽ ആ ബേക്കറി പൂട്ടിപ്പോയി. അപ്പോൾ കാരണം ഞങ്ങൾക്ക് മനസ്സിലായി, കാരണം ഇതുപോലെ കസ്റ്റമേഴ്സ് ചെല്ലുമ്പോൾ മൈൻഡ് ചെയ്യാതെ ഇരിക്കുന്നത് കൊണ്ടാണ്, അവരെ അറ്റൻഡ് ചെയ്യാതെ ഇരിക്കുന്നത് കൊണ്ടാണ് ആളുകൾ പോകുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എന്തായാലും 2 മാസം കൊണ്ട് അത് പൂട്ടിപ്പോയി. അപ്പം നമ്മൾ ഒരു പുതിയതായിട്ടൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്വീകരണം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്വീകരണം, അതായത് ഒരു പുഞ്ചിരി, ഒരു നല്ല പെരുമാറ്റം, ഒരു സംസാരം, ഇത്രയുമേ വേണ്ടൂ. അവിടെ അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ആളുകൾ പിന്നെ അതിലേക്ക് വരാൻ മടിക്കും. നമ്മൾ മറ്റുള്ളവരുമായിട്ട് പെരുമാറുമ്പോഴും ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം ഞങ്ങളുടെ ഓഫീസ് സ്റ്റാഫിന് കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശമുണ്ട്. പുതിയ ഒരാൾ ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ ആദ്യം അറ്റൻഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടേ ബാക്കി എന്ത് കാര്യങ്ങളും ചെയ്യാം. നിങ്ങളിനി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞാൽ ഫോൺ വെച്ചിട്ട് ആ പുതിയ വന്ന ആളെ അറ്റൻഡ് ചെയ്യണം. അയാൾ എന്താ വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അയാളെ അവിടെ ഇരുത്തുക, സംസാരിക്കുക. അത് ചെയ്തതിന് ശേഷം മാത്രം മതി ബാക്കി കാര്യങ്ങൾ. നമ്മൾ എവിടെയായാലും അങ്ങനെയാണ്. ഇപ്പോൾ ക്ലബ്ബുകളിലൊക്കെ ആളുകൾ ജോയിൻ ചെയ്യും. ആദ്യ ദിവസം ചെല്ലുമ്പോൾ കിട്ടുന്ന സ്വീകരണം അതനുസരിച്ചാണ് പിന്നീട് അവർ വരണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത്. നമ്മളും അതുപോലെ തന്നെയല്ലേ. അക്സെപ്റ്റ് ചെയ്യപ്പെടാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്, ഇൻവോൾവ് ചെയ്യപ്പെടാൻ. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എവിടെയും നമുക്ക് വിജയിക്കാൻ ഒരു പുഞ്ചിരിയും നല്ല പെരുമാറ്റവും നമ്മളെ വളരെയധികം സഹായിക്കുമെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.